ബി ടോക്കിലേക്ക് ഒരിക്കൽ കൂടി എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് രണ്ട് വ്യക്തികളെയാണ് ഇന്നത്തെ ഈ ഒരു ബി ടോക്കിലൂടെ 1000 ആളുകളുടെ അനുഭവങ്ങളിലൂടെയുള്ള യാത്ര വീഡിയോ മാഗസിൻ, കേരളത്തിലെ ഏറ്റവും വലിയൊരു വീഡിയോ മാഗസിനിലേക്ക് ഈ യാത്രയിൽ ഇന്ന് അസ്ലം ആൻഡ് നിഹാദ്, രണ്ട് വ്യത്യസ്ത മേഖലയിൽ നിന്നുള്ള ആളുകളാണ്. നിഹാദ് ഡെന്റൽ മേഖലയിൽ കുറച്ചു കാലത്തെ എക്സ്പീരിയൻസ് ഉണ്ട്, അതേപോലെ എടെക് മേഖലയിൽ എക്സ്പീരിയൻസ് ഉണ്ട്. അസ്ലമുമാണ് നമ്മുടെ കൂടെയുള്ളത്. നമുക്ക് അവരുടെ അനുഭവങ്ങളിലേക്ക് നേരെ തന്നെ പ്രവേശിക്കാം. നിഹാദിനോടാണ് എൻ്റെ ചോദ്യം. നിഹാദ് ഈ ഒരു മേഖലയിൽ ഉള്ള ഒരു എക്സ്പീരിയൻസ് സ്വയം ഒന്ന് പരിചയപ്പെടുത്തിക്കൊണ്ട് തുടങ്ങുന്നതായിരിക്കും നല്ലതെന്ന് തോന്നുന്നു. ഓക്കെ. എൻ്റെ പേര് നിഹാദ് കർബി. ഞാൻ ലിബർട്ടി ഡെന്റൽ സ്റ്റുഡിയോസ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു സ്മൈൽ മേക്കർ ഡെന്റൽ ബ്രാൻഡിന്റെ ഒരു CEO ആണ്. നമുക്കിപ്പോൾ 3 ബ്രാഞ്ചസ് ആണുള്ളത്. നമുക്ക് മലപ്പുറം, മഞ്ചേരി ഉണ്ട്, കാസർഗോഡ്, കോഴിക്കോട്, അങ്ങനെ 3 ബ്രാഞ്ചസ് ആണുള്ളത്. കേരളം കൊണ്ട് ബ്രാൻഡുകൾ എക്സ്പാൻഡ് ചെയ്യുക എന്നുള്ളതാണ് നമ്മളുടെ ഒരു ലക്ഷ്യം. ഇപ്പോൾ ലോകത്ത് ഇപ്പോൾ നമുക്ക് ഐഫോൺ എന്ന് പറയുന്ന പോലെ ഭാവിയിൽ നമുക്കൊരു ഡെന്റൽ ബ്രാൻഡായിട്ട് ആ ഒരു ലെവലിലേക്ക് ഒരു ഡെന്റൽ ബ്രാൻഡിനെ നമുക്ക് പറയാൻ ചിലപ്പോൾ പെട്ടെന്ന് കിട്ടിക്കൊള്ളുന്നില്ല. അപ്പോൾ ആ ലെവലിലേക്ക് നമുക്ക് ഡെന്റൽ ബ്രാൻഡിനെ, സ്മൈൽ മേക്കർ ബ്രാൻഡിനെ ഉയർത്തണം എന്നുള്ള ലക്ഷ്യമാണ് നമുക്കുള്ളത്. സോ ആ ഒരു വഴിയിലാണ് നമ്മളുള്ളത്. ഓക്കെ. ഈ ഒരു ഡെന്റൽ മേഖലയിൽ ഒരുപാട് സ്ഥാപനങ്ങളുണ്ട്, ഡെന്റൽ ക്ലിനിക്കുകൾ നമ്മൾ പലപ്പോഴും കണ്ടിട്ടുണ്ട്. അപ്പോൾ ലിബർട്ടി ഡെന്റൽ ക്ലിനിക്ക് മറ്റുള്ള സ്ഥാപനങ്ങളിൽ നിന്നും എങ്ങനെയാണ് വ്യത്യസ്തമാകുന്നത്? അത് നമുക്ക് കൂടുതലായിട്ട് കേൾക്കുന്ന ഒരു ചോദ്യമാണ്. എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഒരു പ്രൊഡക്റ്റ് നമുക്ക് എത്രത്തോളം ബെറ്റർ ആക്കാൻ പറ്റുന്നുള്ള ഒരു ലിമിറ്റ് ഉണ്ട് എപ്പോഴും. സോ ഐഫോൺ എത്രത്തോളം നന്നാക്കാൻ പറ്റുമെങ്കിൽ അതിന് ലിമിറ്റ് ഉണ്ട്. ഏകദേശം ഒരു ലിമിറ്റ് ആയി കഴിഞ്ഞു. ഇപ്പോൾ 15 ഇറങ്ങി കഴിഞ്ഞ് 16 വരുമ്പോഴും ചെറിയ ചെറിയ മാറ്റങ്ങൾക്ക് അവർക്ക് ലോകത്തിലെ ഏറ്റവും വലിയ കമ്പനി ആയിട്ടുള്ള ഐഫോണിന് പോലും ചെറിയ ചെറിയ മാറ്റങ്ങളെ അവർക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്നുള്ളൂ. പക്ഷെ നമ്മള് അഫ്കോഴ്സ് പ്രൊഡക്റ്റ് നമ്മൾ അല്ലെങ്കിൽ നമ്മുടെ സ്മൈൽ മേക്കേഴ്സിന് നമ്മൾ അതിന്റെ ബെസ്റ്റ് തന്നെ നമുക്ക് കൊടുക്കാൻ കഴിയണം എന്നാണ് നമ്മുടെ ആഗ്രഹം. നമ്മൾ കൊടുക്കുന്നുണ്ട് ഒരുവിധം. പക്ഷെ നമ്മളൊരു വ്യത്യസ്തത ആഗ്രഹിക്കുന്നത് നമ്മുടെ ബ്രാൻഡിങ്ങിലും മാർക്കറ്റിങ്ങിലും തന്നെയാണ്. ഞാൻ വായിച്ചിട്ടുള്ള ഒരു കാര്യമാണ്. നമ്മളൊക്കെ ഡിസ്കസ് ചെയ്യും, ബ്രാൻഡിങ് വർക്ക്ഷോപ്പിനൊക്കെ പോകുമ്പോൾ നമ്മൾ പൊതുവായിട്ട് ഡിസ്കസ് ചെയ്യുന്ന ഒരു കാര്യമാണ്. ഒരിക്കലും ഒരു ഏറ്റവും നല്ല പ്രൊഡക്റ്റ് അല്ല ഏറ്റവും കൂടുതൽ സെല് ചെയ്യുന്നത്. ഏറ്റവും കൂടുതൽ ബ്രാൻഡ് ചെയ്യുന്ന, ഏറ്റവും കൂടുതൽ മാർക്കറ്റ് ചെയ്യുന്ന, മാർക്കറ്റിംഗിൽ വ്യത്യസ്തതയുള്ള ഒരു ബ്രാൻഡാണ് എപ്പോഴും കൂടുതൽ സെല്ലാവും, അല്ലെങ്കിൽ കൂടുതൽ ആളുകൾക്ക് ഉപകാരപ്പെടുക. കസ്റ്റമറുടെ പെർസ്പെക്റ്റീവിൽ പറയുകയാണെങ്കിൽ കൂടുതൽ ആളുകൾക്ക് ഉപകാരപ്പെടുക. അപ്പോൾ നമ്മൾ തീർച്ചയായിട്ടും ഒരു ബ്രാൻഡിങ്ങിലും മാർക്കറ്റിംഗിലുമാണ് നമ്മൾ ഫോക്കസ് ചെയ്യാൻ വിചാരിക്കുന്നത്. കൂടുതൽ ആളുകളിലേക്ക് എത്തുക, ആളുകൾക്ക് ഇതിനെ കുറിച്ചുള്ള അവയർനെസ് കൊടുക്കുക. സ്മൈൽ മേക്കേഴ്സ് എല്ലാവർക്കും പറ്റുന്നൊരു കാര്യമാണെന്നുള്ളൊരു അവയർനെസ് എല്ലാവർക്കും കൊടുക്കുക. അതുവഴി നമ്മുടെ ബ്രാൻഡിനെ ഉയർത്തുക എന്നുള്ളൊരു ലക്ഷ്യമാണ് നമുക്ക്. ഓക്കെ. സ്മൈൽ മേക്കേഴ്സ് നല്ല ഒരു ടേമാണ്. അപ്പൊ ഇതില് നിങ്ങൾ പറഞ്ഞതനുസരിച്ച് ഇപ്പോ മാർക്കറ്റിംഗിലും ബ്രാൻഡിങ്ങിലുമാണ് നിങ്ങൾ വ്യത്യസ്തത പുലർത്തുന്നത്. അപ്പൊ കസ്റ്റമറെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ അടുത്തേക്ക് വരുന്നത് കൊണ്ടുള്ള നേട്ടം എന്താണ്? അതാണല്ലോ അവർ നോക്കുക. യെസ്, ഞാൻ ഓൾറെഡി പറഞ്ഞു, ഒരു പ്രൊഡക്റ്റ് അതിന്റെ ഒരു പീക്ക് ലെവലിലെത്താനൊരു ലിമിറ്റ് ഉണ്ട്. ഇപ്പോൾ ഐഫോണിന്റെ കാര്യം പറഞ്ഞ പോലെ തന്നെ ഐഫോൺ 15 നിന്നും 16 വരുമ്പോൾ അതിൽ വലിയൊരു കാര്യമായിട്ടുള്ള വ്യത്യാസമൊന്നുമില്ല. അത് നമ്മൾ സോഷ്യൽ മീഡിയയിലാണെങ്കിലും അല്ലെങ്കിലൊക്കെ കേട്ടുവരുന്ന ഒരു കാര്യമാണ്. പ്രത്യേകിച്ച് വ്യത്യാസമൊന്നുമില്ല. ജസ്റ്റ് ഒരു ബട്ടന്റെ വ്യത്യാസം അങ്ങനെയൊക്കെ ഉള്ളൂ. അപ്പൊ അതില് വലിയൊരു എന്താ പറയാ, ഒരു ഐഫോൺ ഫോൺ ഇപ്പൊ കാണുന്ന ഒരു ഫോൺ എന്നുള്ള നിലയ്ക്ക് അതിന് കുറെ മോഡിഫൈ ചെയ്യാനില്ല. അപ്പൊ നമ്മള് പറഞ്ഞ പോലെ തന്നെ സ്മൈൽ മേക്കേഴ്സിൽ ഏറ്റവും നല്ല ചിരി കൊടുക്കുക എന്നുള്ളതിൽ അപ്പുറം നമുക്കൊന്നും കൊടുക്കാനില്ലല്ലോ. ഒരു വെറൈറ്റിക്ക് വേണ്ടിയിട്ട് ഒരു പല്ല് കുറച്ചിട്ട് നമുക്ക് വെച്ച് കൊടുക്കാനോ അല്ലെങ്കിൽ അതൊന്നും ചെയ്യാനില്ല. പറഞ്ഞ പോലെ തന്നെ ഇതിന്റെ അവയർനെസ് കൊടുക്കാം. എന്തുകൊണ്ട് സ്മൈൽ മേക്കേഴ്സ് ചെയ്യണം, അല്ലെങ്കിൽ ഇത് എല്ലാവർക്കും എന്തുകൊണ്ട് അഫോർഡബിൾ ആവുന്നു, അല്ലെങ്കിൽ എല്ലാവർക്കും എന്തുകൊണ്ട് ഇത് സ്മൈൽ മേക്കേഴ്സ് ഇമ്പോർട്ടന്റ് ആവുന്നുള്ളൊരു അവയർനെസ് കൊടുക്കുക. എല്ലാവരെയും ഇതിലേക്ക് സ്മൈൽ മേക്കേഴ്സിലേക്ക് കൊണ്ടുവരിക എന്നുള്ള കാര്യത്തിലേ നമുക്ക് എന്തെങ്കിലും ചെയ്യാനുള്ളൂ. ഓക്കെ, ഗ്രേറ്റ്. അപ്പോ ആഫ്റ്റർ സർവീസുകളൊക്കെ എങ്ങനെയൊക്കെയാണ്? ഒരാള് നിങ്ങളെ സ്ഥാപനത്തിൽ വന്നു കഴിഞ്ഞാൽ പിന്നീട് അവർക്കുള്ള നമ്മൾ തീർച്ചയായിട്ടും ഫോളോ അപ്സ് കൊടുക്കുന്നുണ്ട്. ഫ്രീ ഓഫ് കോസ്റ്റിൽ തന്നെ അവർക്ക് ട്രീറ്റ്മെന്റ് ചെയ്തു പോയ ഒരാൾക്ക് ഫോളോ അപ്സ് ഫ്രീ ഓഫ് കോസ്റ്റിൽ കൊടുക്കുന്നുണ്ട്. അപ്പൊ അവർക്ക് എന്തെങ്കിലും അതിൽ തന്നെ അവർക്ക് എന്തെങ്കിലും കറക്ഷൻസ് വരുത്തണമെങ്കിൽ നമ്മൾ ഫ്രീ ഓഫ് കോസ്റ്റിൽ തന്നെ ചെയ്യാറുണ്ട്. ഓക്കെ. അപ്പൊ ഞാൻ അസ്ലമിലേക്ക് ഓരോ ദിവസവും പുതിയ പുതിയ അപ്ഡേറ്റ്സുകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. AI ലോകത്തിന്റെ മാറ്റത്തിന്റെ സ്പീഡ് കൂട്ടിയ ഒരു കോൺസെപ്റ്റാണ്. ഓക്കെ. അപ്പോൾ എടെക് രംഗത്തേക്ക് വിദ്യാഭ്യാസവും ടെക്നോളജിയും കൂടി ഒരുമിച്ച് അല്ലെങ്കിൽ ഒരേ പ്ലാറ്റ്ഫോമിലേക്ക് വരുമ്പോൾ ഉണ്ടാകുന്ന മാറ്റങ്ങളാണ് ആളുകൾ കൗതുകത്തോടു കൂടി കാണുന്ന ഏറ്റവും പ്രധാനപ്പെട്ട സംഭവമായിട്ട്. കാരണം എഡ്യൂക്കേഷൻ രംഗത്താണല്ലോ ഈ ഒരു വിപ്ലവം ഏറ്റവും കൂടുതൽ പ്രതിഫലിക്കാൻ സാധ്യതയുള്ളത്. അപ്പോൾ ക്രഗ് എന്ന് പറയുന്ന ഒരു സ്ഥാപനം ഇത്തരത്തിലുള്ള ടെക്നോളജി എഡ്യൂക്കേഷനുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു സ്ഥാപനമാണ്, സ്റ്റാർട്ടപ്പാണ്. അപ്പോൾ
എന്താണ് ഭാവിയിലെ ഒരു എഡ്ടെക്കിന് ഉണ്ടാവാൻ പോകുന്ന കാര്യങ്ങൾ, എന്തെല്ലാം കാര്യങ്ങളാണ് ചെയ്യുന്നത്? അസ്ലം ഒന്ന് പരിചയപ്പെടുത്തിക്കൊണ്ട് തന്നെ. എൻ്റെ പേര് അസ്ലം മുഹമ്മദ്. ക്രെഗ് എന്ന് പറയുന്ന എഡ്ടെക് കമ്പനിയുടെ co-founder and CEO ആണ്. ഏകദേശം 2022 നമ്മൾ ക്രെഗ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഈ ടെക്നോളജി എഡ്യൂക്കേഷൻ എല്ലാവർക്കും അവൈലബിൾ ആക്കുക എന്നൊരു വിഷനോടെയാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഏകദേശം 1000-ലധികം ഓൺടർപ്രണേഴ്സിനും പ്രൊഫഷണൽസിനും നമുക്കിപ്പോൾ ട്രെയിനിങ്സ്, ഇതിൻ്റെ ഒരു അവയർനെസ് പ്രൊവൈഡ് ചെയ്യാനും ഇതിൻ്റെ സൊല്യൂഷൻസ് പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് കഴിഞ്ഞിട്ടുണ്ട്. കൂടാതെ പല ബിസിനസ്സുകൾക്ക് നമുക്ക് എഡ്ടെക് സൊല്യൂഷൻസ് പ്രൊവൈഡ് ചെയ്ത് അവരുടെ ബിസിനസ്സുകൾ അടുത്ത സ്റ്റെപ്പിലേക്ക് കൊണ്ടുപോകാൻ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ക്രെഗിന് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ ടെക്നോളജി എഡ്യൂക്കേഷൻ എന്ന് പറയുന്ന ഒരു മേഖല വരുമ്പോൾ എഡ്യൂക്കേഷൻ നമ്മൾ നോക്കി കാണുന്ന രീതി ഈ ടെക്നോളജി വരുന്നതോടെ നല്ല രീതിയിൽ ഷിഫ്റ്റ് ആവും, ചേഞ്ച് ആവും. അല്ലെങ്കിൽ പേഴ്സണലൈസ്ഡ് ലേണിംഗ്, മറ്റേത് വൺ സൈസ് ഫിറ്റ്സ് ഫോർ ഓൾ എന്നുള്ള രീതിയിലായിരുന്നു നമ്മൾ ഇതുവരെയുള്ള ഒരു എഡ്യൂക്കേഷൻ സിസ്റ്റം. അപ്പോൾ എല്ലാവർക്കും അതായത് മീനെ മരം കയറാൻ പഠിപ്പിക്കുന്ന പോലെ ആയിരുന്നു നമ്മുടെ എഡ്യൂക്കേഷൻ സിസ്റ്റം. എന്നാൽ ഈ AI പോലുള്ള ടെക്നോളജി ഇൻറ്റഗ്രേഷൻ വരുന്നതോടുകൂടി പേഴ്സണലൈസ്ഡ് ലേണിങ്ങിനുള്ള പാക്കേജ് വരും. പിന്നെ കൂടുതൽ ആളുകൾ ഹൈബ്രിഡ് ലേണിംഗ് മെത്തേഡ്സിലേക്ക് മാറും. ഓൺലൈൻ ആൻഡ് ഓഫ്ലൈൻ ഇൻകോർപ്പറേറ്റ് ചെയ്ത് ലേൺ ചെയ്യുന്ന പോലെ ആവും. കൂടാതെ വേൾഡിലുള്ള എല്ലാ ടോപ്പ് ലെവൽ എഡ്യൂക്കേഷൻസ് ഒക്കെ എല്ലാവരും ഏതൊരു സാധാരണക്കാരനും എന്താവും ആക്സസിബിൾ ആവും. ആർക്ക് വേണമെന്നുണ്ടെങ്കിലും ലോകത്തുള്ള ഏറ്റവും അഡ്വാൻസ് ആയിട്ടുള്ള കോഴ്സ് തന്നെ ഈ ഓൺലൈൻ ഫീച്ചർ അല്ലെങ്കിൽ ടെക്നോളജി ഇൻറ്റിഗ്രേറ്റ് ചെയ്യുന്നതോടെ അത് പഠിക്കാൻ വേണ്ടി സാധിക്കുന്നതാണ് വലിയൊരു പ്രത്യേകത. പണ്ട് വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള ആളുകൾക്ക് മാത്രം ആക്സസ് ചെയ്യാൻ പറ്റുന്ന ഇൻഫർമേഷൻസ് ആണ്. എന്നാൽ അത് ഇന്ന് ഓൺലൈനിൽ എല്ലാവർക്കും അവൈലബിൾ ആണ്. അപ്പോൾ പിന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ ഒരു കോളേജ് കഴിഞ്ഞ് അല്ലെങ്കിൽ സ്കൂൾ കഴിഞ്ഞ് പഠിത്തം നിർത്തുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടാവില്ല. ആളുകൾ ഒരു കണ്ടിന്യൂസ് ലേണിംഗ് എന്നുള്ളത് ഒരു പ്രാക്ടീസ് ആയിട്ട് മാറും. അല്ലെങ്കിൽ അത് ആളുകളുടെ ഒരു ട്രെൻഡായിട്ട് അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു പ്രാക്ടീസിലേക്ക് ഒരു കൾച്ചറിലേക്ക് ആളുകൾ മാറും. ലൈഫ് ലോങ് അത് പഠിച്ചുകൊണ്ടേ ഇരിക്കേണ്ടത് നിർബന്ധമായിട്ട് മാറും. അവർക്ക് ഒരു ഇന്ന ടൈം കോളേജ് കഴിഞ്ഞ് ലേൺ സ്റ്റോപ്പ് ചെയ്യുക അല്ലെങ്കിൽ ജോലിക്ക് കയറിയതിന് ശേഷം എൻ്റെ ലേണിംഗ് സ്റ്റോപ്പ് ചെയ്യാം എന്നുള്ളൊരു സിറ്റുവേഷൻ ആവില്ല. എന്നുള്ള കണ്ടിന്യൂസ്ലി പഠിച്ചുകൊണ്ടിരിക്കേണ്ടി വരും. ആൻഡ് നമ്മൾ തിയറി ബേസ്ഡ് ആണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. സ്കിൽ ബേസ്ഡ് ലേണിങ്ങിന് ഒരുപാട് ഇമ്പോർട്ടൻസ് വരും. ആളുകൾ തിയറി ഒരുപാട് പഠിക്കുക എന്നുള്ളതിനുപരി അതിൻ്റെ പ്രാക്ടിക്കൽ ആപ്ലിക്കേഷൻസ് പഠിക്കുക എന്നുള്ളത്. അപ്പോൾ സ്കിൽ ബേസ്ഡ് ലേണിംഗ് ആളുകൾ ഇമ്പോർട്ടൻസ് കൊടുത്തു തുടങ്ങും. ഇപ്പോൾ AI പോലുള്ള ടെക്നോളജീസിൻ്റെ ഒരു ബൂമിങ്ങോടെ ആളുകൾക്ക് പഠനമൊക്കെ വളരെ ഈസിയാണ്. കൂടാതെ ഇത് പഠനത്തിന് മാത്രമല്ല, നിങ്ങൾ ഇതിലേക്ക് ഇറങ്ങിയപ്പോൾ മനസ്സിലായത് ബിസിനസ്സുകൾക്കും ഇത് അടുത്തൊരു ലെവലിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കാൻ വേണ്ടി പറ്റുന്നത്. ബിസിനസ്സുകാരാണ് ഒരു മാറ്റം കൊണ്ടുവരുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ക്രെഗ് അവർക്കുള്ള സൊല്യൂഷൻസ് കൊണ്ട് പ്രൊവൈഡ് ചെയ്യുന്ന മേഖലയിലേക്ക് ഇറങ്ങുന്നത്. ക്രെഗ് പ്രധാനമായിട്ടും എന്തെല്ലാം മേഖലകളാണ് ഇപ്പോൾ ഫോക്കസ് ചെയ്യുന്നത്? ക്രെഗിന്റെ അപ്കമിങ് പ്രൊജക്ടുകൾ എന്തൊക്കെയാണ്? നമ്മൾ ഓൺടർപ്രണേഴ്സിന് വേണ്ടിയിട്ടുള്ള സൊല്യൂഷൻസ് പ്രൊവൈഡ് ചെയ്യുന്നു. അതിൽ അവരുടെ ബിസിനസ്സിലെ ടെക്നോളജി എങ്ങനെ ഉപയോഗിക്കാം, അതിലൂടെ ഒരു പ്രൊഡക്ടിവിറ്റി എങ്ങനെ വർദ്ധിപ്പിക്കാം, എങ്ങനെ കോസ്റ്റ് എഫക്റ്റീവ് ആക്കാം, ടൈം എങ്ങനെ കൺസ്യൂം ചെയ്യാം എന്നുള്ള കാര്യങ്ങളൊക്കെ രീതിയിൽ ബിസിനസ്സിലേക്ക് പേഴ്സണലൈസ് ആയിട്ടുള്ള കൺസൾട്ടേഷൻസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതേപോലെ നമ്മൾ പ്രൊഫഷണൽസിന്, സ്റ്റുഡൻസിന്, ടീച്ചേഴ്സിന്, ഹെൽത്ത് കെയർ ഡോക്ടേഴ്സിന് അങ്ങനെ ഒരുപാട് പേർക്ക് അവരുടെ മേഖലയിൽ ടെക്നോളജി എങ്ങനെ വൃത്തിയായി ഉപയോഗിക്കാം എന്നുള്ള രീതിയിൽ കൺസൾട്ടേഷനും ട്രെയിനിങ്ങും നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിലൂടെ നമ്മുടെ ക്രെഗിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ എല്ലാവരും ജനറലൈസ് ചെയ്താണ് പഠിപ്പിക്കുക, ജനറലൈസ് ചെയ്താണ് കാര്യങ്ങൾ പറയാം. ഇപ്പൊ നമ്മള് ടീച്ചേഴ്സിന് കൊടുക്കുന്ന ഒരു ടെക് സൊല്യൂഷൻ പ്രോഗ്രാം അല്ലെങ്കിൽ ഒരു പ്രോഗ്രാം ആയിരിക്കില്ല ഒരിക്കലും ഡോക്ടേഴ്സിന്. ഇത് എൻ്റയർലി ഡിഫറെന്റ് ആയിരിക്കും. അവരുടെ ഒരു പേഴ്സണൽ മേഖലയിൽ അവർക്ക് എങ്ങനെ അത് മാക്സിമം യൂസ് ചെയ്യാം, അവർക്ക് പേഴ്സണലൈസ്ഡ് ആയിരിക്കും നമ്മൾ കൊടുക്കുന്ന ലേണിംഗ് ഭാഗം. ഒരിക്കലും നിങ്ങൾ ക്രെഗിന്റെ വർക്ക്ഷോപ്പ് അല്ലെങ്കിൽ ക്രെഗിന്റെ സൊല്യൂഷൻസ് അറ്റൻഡ് ചെയ്ത് അറിയാം. ഒരിക്കലും ഒരു ഡോക്ടർക്ക് കിട്ടിയ ഒരു കാര്യം ആ ഡോക്ടറിന് നടത്തിയ ഒരു ട്രെയിനിങ് പ്രോഗ്രാമിന് പറഞ്ഞ കാര്യങ്ങൾ അല്ലെങ്കിൽ അവർക്ക് കൊടുക്കുന്ന സൊല്യൂഷൻസ് ആയിരിക്കില്ല ടീച്ചറിന് നമ്മൾ കൊടുക്കുന്നത്. എൻ്റയർലി അതൊരു പേഴ്സണലൈസ്ഡ് ആയിരിക്കും. ഇപ്പൊ ക്രെഗിന്റെ അപ്കമിങ് പ്രോജക്റ്റുകൾ വരുന്നുണ്ട്. ഓക്കെ അതൊരു ഫ്യൂച്ചറിസ്റ്റിക് സ്പേസ് എന്നുള്ള രീതിയിലാണ്. കാരണം ഈ ടെക്നോളജി പലപ്പോഴും അഡ്വാൻസ് ടെക്നോളജീസ് അവൈലബിൾ ആണ് എന്നുണ്ടെങ്കിലും പല ആളുകൾക്കും അത് ലിമിറ്റഡ് റിസോഴ്സസ് കാരണം അത് യൂസ് ചെയ്യാൻ വേണ്ടി കഴിയുകയില്ല. അതിന്റെ പല കാരണങ്ങളുണ്ടാവാം. ഇതിനെ കുറിച്ച് അവയർനെസ് ഇല്ലാത്തതായിരിക്കാം, അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ടെക്നോളജീസ് അഫോർഡബിൾ ആയിരിക്കില്ല. അപ്പോൾ ഇവർക്ക് ഈ സർവീസിലേക്ക് ഈ ഒരു സ്പേസിലേക്ക് എൻ്റർ ചെയ്യാൻ ബാരിയർ ഉണ്ട്, ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ ഇത് ക്ലിയർ ചെയ്യുക എന്നുള്ള രീതിയിലാണ് നമ്മൾ AI മാൾ എന്ന ഒരു കോൺസെപ്റ്റ് കൊണ്ടുവരുന്നത്. ഇതിലൂടെ ഇതിൽ പാർട്ടാകുന്നതോടെ ഇവർക്ക് മോസ്റ്റ് അഡ്വാൻസ്ഡ് ടെക്നോളജീസ് അവരുടെ ബിസിനസ്സിൽ കൊണ്ടുവരാനും അതിലൂടെ അവരുടെ ബിസിനസ് നെക്സ്റ്റ് ലെവലിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് കഴിയും. അപ്പോൾ അതാണ് AI മാളിൻ്റെ ഒരു കോൺസെപ്റ്റ്. ഓക്കെ, ടെക്നോളജി രംഗത്തേക്ക് ടെക്നോളജി എഡ്യൂക്കേഷനുമായി ബന്ധപ്പെട്ട് പുതിയ തലമുറയിലെ ആളുകൾക്ക് മെസ്സേജ് ആയിട്ട് എന്താണ് പറയുന്നത്? അത് ഒന്നേ തന്നെ
നിർബന്ധമായിട്ടും ടെക്നോളജി ഉപയോഗിച്ച് തുടങ്ങും. ടെക്നോളജി നമുക്കൊരു സൊല്യൂഷനേക്കാൾ ഉപരി ഒരു സൊല്യൂഷൻ തരാൻ വേണ്ടി ടെക്നോളജി ഉപയോഗിക്കുന്നതിന് പകരം നമ്മുടെ സൊല്യൂഷൻ കണ്ടെത്താൻ അതിന് ഫൈൻഡ് ചെയ്യാനുള്ള ഒരു വേ ആയിട്ട് നമ്മൾ ടെക്നോളജിനെ യൂസ് ചെയ്യും. ടെക്നോളജി യൂസ് ചെയ്ത് നമ്മൾ സൊല്യൂഷൻ കണ്ടെത്തി തുടങ്ങിയാൽ നമ്മൾ ലേൺ ചെയ്യില്ല, നമ്മൾ ഗ്രോ ചെയ്യില്ല. അപ്പോൾ ടെക്നോളജി ഇപ്പോൾ എ ഐ ഒക്കെ ഉപയോഗിച്ച് പഠിക്കുമ്പോൾ എഐനോട് ഡയറക്റ്റ്ലി സൊല്യൂഷൻസ് പ്രൊവൈഡ് ചെയ്യാൻ പറയാതിരിക്കുക. അതിന് പകരം എന്നെ സൊല്യൂഷൻ കണ്ടെത്താൻ വേണ്ടി മാക്സിമം ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉദാഹരണം പറയാൻ പറ്റും. ഇപ്പൊ ഉദാഹരണത്തിന് ഇപ്പൊ എനിക്കൊരു പ്രോജക്ട് പ്രപ്പോസൽ, എനിക്കൊരു CEO ആണ്, ഒരു മാർക്കറ്റിംഗിന്റെ ഐഡിയ ഉണ്ടാക്കണം എന്ന് വിചാരിക്കാം. എന്റെ ടീം മീറ്റിംഗ് വേണ്ടിയിട്ടുള്ള ഒരു മാർക്കറ്റിംഗ് ഐഡിയ ക്രിയേറ്റ് ചെയ്യണം എന്ന് വിചാരിക്കും. ഡയറക്ട്ലി എഐനോട് ഇത് ക്രിയേറ്റ് ചെയ്ത് തരാൻ വേണ്ടി പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിന്റെ കോൺടാക്ട് ഉണ്ടാവില്ല, അതിന്റെ ഒരു ഐഡിയ കാര്യങ്ങൾ ഉണ്ടാവില്ല. നേരെ മറിച്ച് നിങ്ങളുടെ ഐഡിയാസ് ഇതിന് കൊടുത്തതിന് ശേഷം എനിക്ക് ഇങ്ങനെ ഡീറ്റെയിൽ മാർക്കറ്റിംഗ് ഐഡിയാസ് പ്ലാൻ ക്രിയേറ്റ് ചെയ്യാൻ എന്നെ ഹെൽപ്പ് ചെയ്യാൻ പറഞ്ഞാൽ ഇതിൽ ഗൈഡ് ചെയ്ത സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ഇൻസ്ട്രക്ഷൻസ് അത് നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. അങ്ങനെ ഒരു റിഫൈൻഡ് മാർക്കറ്റിംഗ് ഐഡിയ ഒരിക്കലും അതിന്റെ ഐഡിയ നമ്മൾ യൂസ് ചെയ്യരുത്. നമ്മുടെ ഐഡിയ അതിലേക്ക് കൊടുത്തിട്ട് അത് റിഫൈൻ ചെയ്യാനുള്ള ഒരു ടൂളായിട്ട് എഐനെ യൂസ് ചെയ്യണം. അങ്ങനെയാണ് നമ്മൾ ബാക്കിയുള്ളവരിൽ നിന്ന് വ്യത്യസ്തം മാറി നിൽക്കുക. കാരണം ശ്രദ്ധിച്ചാൽ AI കൊടുക്കുന്നതിനെ കുറിച്ച് കോൺടാക്ട് പല ആളുകൾക്ക് അറിയേണ്ടത്. AI യൂസ് ചെയ്തിട്ട് മാർക്കറ്റിംഗ് പ്ലാൻ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ക്രിയേറ്റ് ചെയ്യുന്ന ആളിന് പോലും ഒരു ഓപ്ഷൻ ഉണ്ടാവില്ല, ഇതിനെ കുറിച്ച് ഒട്ടായ ധാരണ ഉണ്ടാവില്ല. നമ്മൾ ഐഡിയാസ് ശരിക്കും നമ്മൾ ഓൺ ആയിട്ട് ജനറേറ്റ് ചെയ്യുന്നതാണ്. ഇത് റിഫൈൻ ചെയ്ത് ക്യൂറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഇതുപോലുള്ള പ്ലാറ്റ്ഫോമുകൾ ഉപയോഗിക്കാം. അപ്പോൾ പഠിക്കുക, കണ്ടിന്യൂസ്ലി ലേൺ ചെയ്യുക. ഇത് എന്തായാലും നമ്മുടെ ജീവിതത്തിന്റെ ഒരു ഭാഗമാക്കി മാറ്റും. തന്നെ ജീവിതത്തിന്റെ ഭാഗമാക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇപ്പോ ഗൂഗിള് നമ്മള് ഞാൻ പേഴ്സണലി ജസ്റ്റ് ഇമേജസ് സെർച്ച് ചെയ്യാൻ മാത്രമേ ഗൂഗിൾ ഉപയോഗിക്കാറുള്ളൂ. ബാക്കി ChatGPT ആണെങ്കിലും ക്ലോഡ് ആണെങ്കിലും പെർപ്ലെക്സിറ്റി പോലത്തെ ടൂളുകളൊക്കെ ആണെങ്കിലും എന്റെ ജീവിതത്തിന്റെ ഭാഗം തന്നെ ആയിട്ടുണ്ട്. ഇപ്പോ അതില്ലാതെ കഴിയില്ല. ഇപ്പൊ നമ്മളെ ബ്രാൻഡിനൊക്കെ നോക്കുകയാണെങ്കിൽ എല്ലാ ഭാഗത്തിനും എയുടെ ഒരു പ്രസൻസ് കാണാം. എല്ലാ ഭാഗത്തും പറഞ്ഞാൽ എല്ലാ ജസ്റ്റ് കോൾ ചെയ്ത് ജസ്റ്റ് അതിന്റെ റിപ്ലൈ മെസ്സേജ് പോകുന്നത് മുതൽ എല്ലാത്തിലും നമ്മുടെ സോഷ്യൽ മീഡിയസിലായിക്കോട്ടെ, നമ്മുടെ വെബ്സൈറ്റിലായിക്കോട്ടെ, വെബ്സൈറ്റൊക്കെ ഫുള്ളി നമ്മളെ കണ്ടന്റ്സ് ആണ് റിഫൈൻ ചെയ്തിട്ടുണ്ട്. സ്ലോ പറഞ്ഞ പോലെ തന്നെ ജസ്റ്റ് അതിനോട് ചോദിക്കുക എന്നുള്ളതിന് പകരം നമ്മൾ ഐഡിയാസ് അങ്ങോട്ട് കൊടുത്തിട്ട് നമ്മളുടെ രീതിയിൽ ഫൈൻ ട്യൂൺ ചെയ്ത് ക്രിയേറ്റ് ചെയ്തിട്ടുള്ള വെബ്സൈറ്റുകളാണ്. എല്ലാത്തിലും നമ്മളെ എഐന്റെ ഒരു ഇൻഫ്ലുവൻസ് കാണും. അപ്പോൾ അതേപോലെ തന്നെ ഞാൻ അസ്ലമോട് ചോദിച്ച പോലെ തന്നെ സ്മൈൽ മേക്ക് ഓവേഴ്സ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റാണ് നമുക്ക് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ ചിരിയുടെ കാര്യത്തിൽ ആരും കോൺഷ്യസ് ആയിക്കോളുന്നില്ല. അപ്പോൾ ചിരി ഒരാളുടെ ചിരി ശരിയാണോ എന്ന് ടെസ്റ്റ് ചെയ്യാനുള്ള സംവിധാനമൊന്നും ഇവിടെ ഇല്ല. അത് ആളുകൾക്ക് എങ്ങനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നു, അതൊക്കെ നിങ്ങൾക്കൊരു സാധ്യതയുള്ള മേഖലയാണ്. അപ്പോൾ ഒരാളുടെ ചിരി സൂപ്പറാണെന്ന് അയാൾ വിശ്വസിക്കുകയാണ്. ഇനി ഏതെങ്കിലും ചില നല്ല മനുഷ്യന്മാർ അയാൾ പറഞ്ഞിട്ടുണ്ടാവും, നല്ലതാണെന്നോ ചീത്തയാണെന്നോ പറഞ്ഞിട്ടുണ്ടാവാം. അത് 99% ആളുകളും അവരോട് പറഞ്ഞിട്ടുണ്ടാവും ചിരി നല്ലതാണോ. അത് ശരിക്കും പറഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ മേഖലയിൽ നിങ്ങൾക്ക് കൊണ്ടുവരാവുന്ന അയാളുടെ ചിരി മെഷർ ചെയ്യാനുള്ള ആക്ച്വലി കൃത്യമായിട്ട് അസോസിയേറ്റ് ചെയ്തിട്ട് ലിബർട്ടി ഡെന്റൽ ക്ലിനിക്കിന് വേണ്ടിയിട്ട് നമ്മൾ അങ്ങനെ ഒരു സംഭവം ചെയ്തിട്ടുണ്ട്. ലിബർട്ടി ഡെന്റലിന്റെ വെബ്സൈറ്റ് വിസിറ്റ് ചെയ്താൽ അറിയാം. അതിൽ നിങ്ങൾക്ക് ഒരു ഡോക്ടറെ അടുത്ത് പോകുന്നതിന് മുന്നേ തന്നെ നിങ്ങൾക്ക് ഒരു ജസ്റ്റ് ഒരു സെൽഫി അപ്ലോഡ് ചെയ്തുകൊണ്ട് നിങ്ങളുടെ ട്രീറ്റ്മെന്റിന് ശേഷം അല്ലെങ്കിൽ നിങ്ങൾ നമ്മുടെ ട്രീറ്റ്മെന്റ് ചെയ്തതിന് ശേഷം നിങ്ങൾ ചിരി എങ്ങനെ ഉണ്ടാവുമെന്ന് ചെക്ക് ചെയ്യാനുള്ള മെത്തേഡ് AI യൂസ് ചെയ്തിട്ട് അത് ചെക്ക് ചെയ്യാനുള്ള ഒരു മെത്തേഡ് ലിബർട്ടി ഡെന്റലിന്റെ വെബ്സൈറ്റിൽ അവൈലബിൾ. അപ്പോൾ നിങ്ങൾക്ക് ഇത് എങ്ങനെ ഉണ്ടാവും എന്നുള്ളത് പല ആളുകൾക്കും അതൊരു കൺഫ്യൂഷൻ ആയിരിക്കും. എന്റെ ചിരി ഇത് മാറിക്കഴിഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും, എന്റെ മുഖം മാറുമോ, എന്റെ ഷേപ്പ് മാറുമോ, എന്റെ ഇപ്പോഴുള്ള പോലെ മാറും എന്നുള്ളത്. അപ്പൊ അത് നിങ്ങൾക്ക് ചെക്ക് ചെയ്യാനും ഒരു സൊല്യൂഷൻ പ്രൊവൈഡ് ചെയ്യുന്നതിന് മുന്നേ തന്നെ അത് നേരിട്ട് കാണാനുള്ള. അപ്പോ പിന്നെ ഞാൻ പറഞ്ഞു വരുന്നത് ഈ ചിരി മെഷർ ചെയ്യാനുള്ള സംവിധാനം ഇവിടെ ഒരു ഫിസിക്കൽ രൂപത്തിലില്ല. അത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഉപയോഗപ്പെടുത്താം. ഒരാളുടെ ചിരിയിൽ എന്തൊക്കെയാണ് പ്രശ്നങ്ങളുള്ളത്, എങ്ങനെയാണ് ചിരിക്കേണ്ടത് എന്നുള്ള പഠിപ്പിക്കുക. അപ്പൊ അങ്ങനെ മെഷർ ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും അവരുടെ ഉള്ളിലൊരു ഫീല് വരും. ഈ ചിരിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകളോട് എന്താണ് ലിബർട്ടി ഡെന്റൽ കെയർ അല്ലെങ്കിൽ പിന്നെ സ്മൈൽ മേക്ക് ഓവേഴ്സ് എന്ന് പറയുന്ന നിങ്ങളുടെ ഈ ഒരു കോൺസെപ്റ്റിന് കൊടുക്കാനുള്ള മെസ്സേജ് എന്താണ്? ചിരി ആഗ്രഹിക്കുന്നത് ചിരി ലൈഫിന്റെ ഭാഗമായിട്ട് ചിരി ഉപയോഗപ്പെടുന്നതാണ്. അവരോട് എന്താ പറയാനുള്ളത്? പലപ്പോഴും പല ആളുകൾക്കും ചിരി അവരുടെ ബിസിനസിന്റെ ഭാഗമായിട്ട് തന്നെ ഉപയോഗിക്കേണ്ട ഒരു വലിയ ടൂളാണ്. അപ്പം അത് അറിഞ്ഞോ അറിയില്ല. കാരണം ഒരു ചിരി ചിലപ്പം ഒരു ബിസിനസ് ക്ലോസ് ചെയ്യാം, ഒരു ചിരിയുടെ അഭാവം ആ ഒരു ബിസിനസ് ക്ലോസ് ചെയ്യാത്ത അവസ്ഥ ഉണ്ടാവാം. അപ്പൊ അങ്ങനത്തെ ആളുകളോട് എന്താണ് നിങ്ങൾക്ക് പറയാനുള്ളത്? ചിരി, അതായത് ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ സ്മൈൽ മേക്ക് ഓവേഴ്സ് എല്ലാവർക്കും എന്ന് പറയുമ്പോഴും
ഞാൻ പേഴ്സണലി സജസ്റ്റ് ചെയ്യുക അത് വേണമെന്ന് സ്വയം തോന്നുന്നവർക്ക് മാത്രം ചെയ്താൽ മതി. അതായത് ഇപ്പോ പലരുണ്ട് ചിരി, അവർക്ക് പല എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ അത് ചെയ്യണമെന്ന് അവർക്കൊരു ആഗ്രഹം തോന്നുന്ന ഒരു ടൈമിൽ മാത്രം ചെയ്താൽ മതി. നിങ്ങളുടെ കോൺഫിഡൻസ് ആണ് ഏറ്റവും മുഖ്യം. ഇപ്പൊ നല്ലൊരു ചിരി, ഐ മീൻ പല്ലുകൾക്ക് കുഴപ്പമൊന്നുമില്ലായിട്ട് ചിരിക്കാൻ കഴിയാത്തവരുണ്ട്, അങ്ങനെ ഉണ്ടല്ലോ. അപ്പൊ കോൺഫിഡൻസ് ആണ് കാര്യം. ചിരി നിങ്ങളുടെ കോൺഫിഡൻസിന് ഒരു പ്രശ്നമായി വരുമ്പോൾ മാത്രം ഒരു സ്മൈൽ മേക്കേഴ്സിനെ കുറിച്ച് ചിന്തിക്കുക എന്നുള്ളതാണ് പറയാനുള്ളത്. ഈ ചിരിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകളോട് എന്താണ് ലിബർട്ടി ഡെന്റൽ കെയർ പിന്നെ സ്മൈൽ മേക്കേഴ്സ് എന്ന് പറയുന്ന നിങ്ങളുടെ ഈ ഒരു കോൺസെപ്റ്റിന് കൊടുക്കാനുള്ള മെസ്സേജ് എന്താണ്? ചിരി ആഗ്രഹിക്കുന്നത് ചിരി ലൈഫിന്റെ ഭാഗമായിട്ട് ചിരി ഉപയോഗപ്പെടുന്നതാണ്. അവരോട് എന്താ പറയാനുള്ളത്? പലപ്പോഴും പല ആളുകൾക്കും ചിരി അവരുടെ ബിസിനസിന്റെ ഭാഗമായിട്ട് തന്നെ ഉപയോഗിക്കേണ്ട ഒരു വലിയ ടൂളാണ്. അപ്പം അത് അറിഞ്ഞോ അറിയാം. കാരണം ഒരു ചിരി ചിലപ്പം ഒരു ബിസിനസ് ക്ലോസ് ചെയ്യാം, ഒരു ചിരിയുടെ അഭാവം ആ ഒരു ബിസിനസ് ക്ലോസ് ചെയ്യാത്ത അവസ്ഥ ഉണ്ടാവാം. അപ്പൊ അങ്ങനത്തെ ആളുകളോട് എന്താണ് നിങ്ങൾക്ക് പറയാനുള്ളത്? കഴിഞ്ഞാല് ചിരി, അതായത് ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ സ്മൈൽ മേക്ക് ഓവേഴ്സ് എല്ലാവർക്കും എന്ന് പറയുമ്പോഴും ഞാൻ പേഴ്സണലി സജസ്റ്റ് ചെയ്യുക അത് വേണമെന്ന് സ്വയം തോന്നുന്നവർക്ക് മാത്രം ചെയ്താൽ മതി. അതായത് ഇപ്പോ പലരുണ്ട് ചിരി, അവർക്ക് പല എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ അത് ചെയ്യണമെന്ന് അവർക്കൊരു ആഗ്രഹം തോന്നുന്ന ഒരു ടൈമിൽ മാത്രം ചെയ്താൽ മതി. നിങ്ങളുടെ കോൺഫിഡൻസ് ആണ് ഏറ്റവും മുഖ്യം. ഇപ്പൊ നല്ലൊരു ചിരി, ഐ മീൻ പല്ലുകൾക്ക് കുഴപ്പമൊന്നുമില്ലായിട്ട് ചിരിക്കാൻ കഴിയാത്തവരുണ്ട്, അങ്ങനെ ഉണ്ടല്ലോ. അപ്പൊ കോൺഫിഡൻസ് ആണ് കാര്യം. ചിരി നിങ്ങളുടെ കോൺഫിഡൻസിന് ഒരു പ്രശ്നമായി വരുമ്പോൾ മാത്രം ഒരു സ്മൈൽ മേക്കേഴ്സിനെ കുറിച്ച് ചിന്തിക്കുക എന്നുള്ളതാണ് പറയാനുള്ളത്. എനിവേ, താങ്ക് യു അസ്ലം ആൻഡ് താങ്ക് യു നിഹാൽ. വണ്ടർഫുൾ സെഷൻ നിങ്ങളുടെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്തു. ഇത് കേരളത്തിലെ അല്ല ഇന്ത്യയിൽ തന്നെ ഏറ്റവും വലിയൊരു വീഡിയോ മാഗസിന്റെ ഭാഗമായിട്ട് ലോകത്തുള്ള ജനങ്ങളിലേക്ക് നിങ്ങൾ ഈ മെസ്സേജ് എത്തട്ടെ എന്ന് ആശംസിക്കുകയാണ്. ഓക്കെ, താങ്ക് യു വെരി മച്ച്.